2019 മെയ് 9 ലോകത്തെ മുഴുവൻ നടുക്കിക്കൊണ്ട് നേപ്പാളിലെ ലളിത്പൂരിൽ വെച്ചൊരു കൊലപാതകം നടന്നു. ടിക്ടോക്ക് താരവും മോഡലുമായ അഞ്ജന ലാമ എന്ന 24 വയസ്സുകാരിയെയാണ് ഭർതൃ വീട്ടിൽ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അതും ശരീരം മുഴുവൻ വെട്ടിമുറിച്ച് തലയും ഉടലും കൈകാലുകളും വേർപെടുത്തിയ നിലയിൽ അതിക്രൂരമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. അഞ്ജന ടിക്ടോക്ക് വീഡിയോകൾ ചെയ്യുന്നതിനും മോഡലിംഗ് ഒരു കരിയറായി തിരഞ്ഞെടുത്തതിനുമെല്ലാം അവളുടെ ഭർത്താവും ഭർതൃ വീട്ടുകാരും പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. അടുത്തിടെ നേപ്പാളിൽ നിന്നും കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനും അഞ്ജനയും ഭർത്താവും തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവൾ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. യഥാർത്ഥത്തിൽ ആരായിരുന്നു അഞ്ജന ലാമയെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയത്? എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. (1995) ഓഗസ്റ്റ് 26 നേപ്പാളിലെ ഹെറ്റൌഡ എന്ന സിറ്റിയിലാണ് അഞ്ജന ലാമ ജനിച്ചത്. പാരൻസിന്റെ 4 മക്കളിൽ ഏറ്റവും മൂത്തവൾ. 2 അനിയത്തിമാരും ഒരു അനിയനുമായിരുന്നു അഞ്ജനയ്ക്കുണ്ടായിരുന്നത്. ചെറുപ്പം മുതൽ തന്നെ എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കാൻ അഞ്ജനയ്ക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു. അവളുടെ ഹൃദ്യമായ പെരുമാറ്റവും സൗന്ദര്യവും മറ്റുള്ളവരിൽ നിന്നും അവളെ വ്യത്യസ്തയാക്കി. 6 പേരടങ്ങുന്ന ആ നേപ്പാളി കുടുംബം വളരെ സന്തോഷത്തോടെയാണ് ഹെറ്റൌഡയിൽ താമസിച്ചു വന്നിരുന്നത്. കാലം കടന്നുപോയി. അങ്ങനെ ഇരിക്കെയാണ് അഞ്ജന ലാമ ഹയർ സ്റ്റഡീസിനായി കാഠ്മണ്ഡുവിലെത്തുന്നത്. അവിടെ വെച്ച് അവൾ പ്രജ്വൽ എന്ന യുവാവിനെ പരിചയപ്പെടുന്നു. അവന്റെ ആകർഷകമായ വ്യക്തിത്വവും മാന്യമായ പെരുമാറ്റവും അഞ്ജനയെ സ്വാധീനിച്ചു. അവരുടെ അടുപ്പം ക്രമേണ ആഴമേറിയ പ്രണയമായി വളർന്നു. 2 വർഷത്തോളം ഇരുവരും പ്രണയിച്ചു. വേർപിരിയാൻ കഴിയാത്ത വിധം അവർ അടുത്തു. ഒടുവിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ഇരുവരും അവരവരുടെ വീടുകളിൽ കാര്യം അവതരിപ്പിച്ചു. പക്ഷേ ഇരുവരുടെയും ജാതി വില്ലനായി മാറി. 2 പേരും വ്യത്യസ്ത ജാതികളിൽപ്പെട്ടവരായിരുന്നതിനാൽ 2 പേരുടെയും കുടുംബങ്ങളിൽ നിന്നും ശക്തമായ എതിർപ്പുണ്ടായി. പാരൻസിന്റെ സമ്മതം നേടിയെടുക്കാൻ ഇരുവരും പരമാവധി ശ്രമിച്ചെങ്കിലും നിരാശ മാത്രമായിരുന്നു ഫലം. 2 ആളുടെയും പാരൻസ് വിവാഹത്തിന് സമ്മതിച്ചതേയില്ല. അഞ്ജനയും പ്രജ്വാലും തങ്ങളുടെ പ്രണയം ഉപേക്ഷിക്കാനും തയ്യാറായിരുന്നില്ല. ഒടുവിൽ അവർ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചു. അതിനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് പ്രജ്വലിന്റെ മൂത്ത സഹോദരൻ ഉജ്ജ്വലായിരുന്നു. നേപ്പാൾ സംഗീത മേഖലയിലെ അറിയപ്പെടുന്നൊരു സൗണ്ട് എഞ്ചിനീയറായിരുന്നു ഉജ്ജ്വൽ. ഉജ്ജ്വലിന്റെ സഹായ സഹകരണങ്ങളോടെ പ്രജ്വലും അഞ്ജനയും വിവാഹിതരായി. വിവാഹശേഷം ലളിത്പൂരിലുള്ള പ്രജ്വലിന്റെ വീട്ടിലേക്ക് തന്നെയാണ് അവർ പോയത്. വിവാഹത്തിന് കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ച പ്രജ്വലിന്റെ പാരൻസ് വേറെ നിവർത്തിയില്ലാതെ അവരെ സ്വീകരിച്ചു. മൂത്ത മകനായ ഉജ്ജ്വൽ കൂടി വിവാഹത്തിന് സപ്പോർട്ട് ചെയ്തതോടെയാണ് അവരുടെ മനസ്സലിഞ്ഞത്. ഒടുവിൽ അഞ്ജന അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ പുതിയൊരു ജീവിതം ആരംഭിച്ചു. പ്രജ്വലിന്റെ പാരൻസിനെ കൂടാതെ ഉജ്ജ്വൽ, അദ്ദേഹത്തിന്റെ ഭാര്യ, മകൻ എന്നിവരെല്ലാം അതേ വീട്ടിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും പതിയെ പതിയെ പ്രജ്വലിന്റെ പാരൻസ് അഞ്ജനയെ അംഗീകരിക്കാനും സ്നേഹിക്കാനും തുടങ്ങി. നിലവിൽ സ്വന്തം വീട്ടുകാർ എതിർപ്പ് തുടരുന്നതിൽ മാത്രമേ അവൾക്ക് വിഷമമുണ്ടായിരുന്നുള്ളൂ. അതിന് പരിഹാരം കാണുന്നതിനായി അവൾ ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. കാലക്രമേണ അവരുടെ ദേഷ്യവും കുറഞ്ഞു വന്നു. ഇതോടെ തന്റെ സഹോദരനെ ലളിത്പൂരിലേക്ക് വിളിച്ചു വരുത്തിയ അഞ്ജന അവനെ തന്റെ കൂടെ നിർത്തി പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അവനും ആ വീട്ടിൽ താമസം തുടങ്ങി. അഞ്ജനയുടെ ഈ തീരുമാനത്തിൽ പ്രജ്വലിനോ അവന്റെ പാരൻസിനോ ഒരു എതിർപ്പുമുണ്ടായിരുന്നില്ല. കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ആ വീട്ടിലെ എല്ലാവരും ജോലിക്ക് പോകുന്നവരായിരുന്നതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ അഞ്ജനയും പ്രജ്വലിന്റെ അമ്മ പുഷ്പയും മാത്രമേ വീട്ടിലുണ്ടാവാറുള്ളൂ. താൻ മാത്രം ജോലിക്കൊന്നും പോവാതെ വെറുതെ ഇരിക്കുന്നതിൽ മടുപ്പ് തോന്നി തുടങ്ങിയ അഞ്ജന തനിക്ക് ലഭിക്കുന്ന സമയം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങണമെന്നുള്ള ചിന്ത അവളുടെ മനസ്സിലുദിച്ചത്. പ്രജ്വൽ അവളെ സപ്പോർട്ട് ചെയ്തു. പാരൻസും സമ്മതമറിയിച്ചു. അതിൽ തന്നെ പ്രജ്വലിന്റെ പാരൻസാണ് അഞ്ജനയുടെ തീരുമാനത്തെ പൂർണ്ണമായും പിന്തുണച്ചത്. അധികം വൈകാതെ ലളിത്പൂരിൽ ഇവരുടെ വീടിനോട് ചേർന്ന് തന്നെ അഞ്ജന ഒരു ബ്യൂട്ടി പാർലർ ഓപ്പൺ ചെയ്തു. കുറച്ചു മാസങ്ങൾക്കുള്ളിൽ അവരുടെ സംരംഭം ട്രാക്കിലെത്തി. നിരവധി കസ്റ്റമേഴ്സ് വന്നു തുടങ്ങിയതോടെ അത്യാവശ്യത്തിന് പണവും ലഭിച്ചു തുടങ്ങി. സ്വന്തമായി പണം സമ്പാദിച്ചു തുടങ്ങുക കൂടി ചെയ്തതോടെ ഭർതൃ വീട്ടിൽ അഞ്ജനയ്ക്കുണ്ടായിരുന്ന സ്വീകാര്യത വർദ്ധിച്ചു. പ്രത്യേകിച്ച് അവളുടെ സഹോദരൻ ഉൾപ്പെടെ ആ വീട്ടിൽ താമസിക്കുന്നതിനാൽ.
അപ്പോഴേക്കും അഞ്ജനയുടെ സഹോദരനും പ്രജ്വലന്റെ സഹോദരൻ ഉജ്ജ്വലും നല്ല സുഹൃത്തുക്കളായി മാറിക്കഴിഞ്ഞിരുന്നു. അവരൊരുമിച്ച് കറങ്ങാൻ പോകുന്നതും സിനിമയ്ക്ക് പോകുന്നതുമെല്ലാം പതിവായിരുന്നു. കുടുംബത്തിനുള്ളിലെ ഈ പുതിയ ഐക്യം അഞ്ജനയുടെ ജീവിതം കൂടുതൽ സന്തോഷകരമാക്കി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവൾ ടിക്ടോക്കിൽ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയത്. ബ്യൂട്ടി പാർലർ നടത്തുന്നതിനോടൊപ്പം തന്നെ അവൾ ടിക്ടോക്കിൽ വീഡിയോകൾ ചെയ്യുന്നതിനും സമയം കണ്ടെത്തി. അവളുടെ സൗന്ദര്യവും ആകർഷകമായ വ്യക്തിത്വവും കാരണം വീഡിയോകളെല്ലാം വൈറലായി. ടിക്ടോക്കിൽ അഞ്ജനയുടെ വളർച്ച അതിവേഗത്തിലായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് അവളുടെ ടിക്ടോക്ക് അക്കൗണ്ടിൽ ഫോളോവേഴ്സ് കുമിഞ്ഞുകൂടി. അഞ്ജന ലാമ എന്ന പേര് നേപ്പാളിലെ യുവാക്കൾക്കിടയിൽ ഹരമായി മാറി. ഈ ജനപ്രീതി കാരണം നിരവധി മോഡലിംഗ് ഓഫറുകളാണ് അവളെ തേടിയെത്തിയത്. ഓൾറെഡി മോഡലിംഗിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് അഞ്ജന ബ്യൂട്ടി പാർലർ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ തനിക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന അവസരം കൃത്യമായി വിനിയോഗിക്കാൻ അവൾ ആഗ്രഹിച്ചു. തനിക്കൊരു മോഡലാവണമെന്നുള്ള ആഗ്രഹം അവൾ പ്രജ്വലിനോടും അദ്ദേഹത്തിന്റെ പേരൻസിനോടും പറഞ്ഞപ്പോൾ അവർ ഒരെതിർപ്പും പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, അവളെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയും ചെയ്തു. അങ്ങനെ അഞ്ജന മോഡലിംഗ് ജോലികൾ ചെയ്തു തുടങ്ങി. ബ്യൂട്ടി പാർലർ നടത്തുന്നതിനായി സ്റ്റാഫുകളെ നിയമിച്ചു. അഞ്ജന മനസ്സിൽ പോലും ചിന്തിച്ചു നോക്കിയിട്ടില്ലാത്ത വരുമാനമായിരുന്നു അവൾക്ക് മോഡലിംഗ് ജോലികൾ ചെയ്യുന്നതിലൂടെ ലഭിച്ചുകൊണ്ടിരുന്നത്. ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയുടെ സ്ഥാപനമായിരുന്നതുകൊണ്ട് തന്നെ ബ്യൂട്ടി പാർലറിലും തിരക്ക് വർദ്ധിച്ചു. വരുമാനം ഇരട്ടിയായിക്കൊണ്ടേയിരുന്നു. പ്രജ്വലും നല്ല സാലറിയുള്ള ജോബായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കെത്തി. ഒപ്പം അവരുടെ പാരൻസിന്റെ ജീവിതവും മെച്ചപ്പെട്ടു. ഈ സാമ്പത്തിക സ്ഥിരതയും മികച്ച ഭാവി സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നതിനായി അവർ നേപ്പാളിൽ നിന്നും കാനഡയിലേക്ക് കുടിയേറാൻ തീരുമാനിച്ചു. ആ ഒരു തീരുമാനമാണ് അഞ്ജനയുടെ ജീവിതത്തെ തന്നെ തകർത്തു കളഞ്ഞത്. 2019 മെയ് 9 അന്നുച്ചയ്ക്ക് ഒരു 3 മണിയോടുകൂടി അഞ്ജനയുടെ പാരൻസിന്റെ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. വിളിച്ചത് പ്രജ്വലിന്റെ അമ്മയായിരുന്നു. എത്രയും പെട്ടെന്ന് ലളിത്പൂരിലെത്തണമെന്നും അഞ്ജനയ്ക്കൊരു അപകടം പറ്റിയിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞ് അവർ ഫോൺ വെച്ചു. അഞ്ജനയുടെ അച്ഛനായിരുന്നു ഫോൺ എടുത്ത് സംസാരിച്ചത്. നടന്നതെന്താണെന്നറിയാതെ അദ്ദേഹം ഭയന്നു. കാര്യമറിയാനായി അദ്ദേഹം പ്രജ്വലിന്റെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും ഉടനടി വീട്ടിലേക്ക് വരാൻ മാത്രം പറഞ്ഞ് അവനും ഫോൺ വെച്ചു. തന്റെ മകൾക്ക് അരുതാത്തതെന്തോ സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഉടനടി തന്റെ കുടുംബവുമായി ലളിത്പൂരിലേക്ക് തിരിച്ചു. ഹെറ്റൌഡിയിലുള്ള അഞ്ജനയുടെ വീട്ടിൽ നിന്നും പ്രജ്വലിന്റെ വീട്ടിലേക്ക് 100 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട്. സാധാരണയായി 2 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തിച്ചേരാൻ കഴിയുമായിരുന്നുവെങ്കിലും അന്ന് ട്രാഫിക് ബ്ലോക്ക് കാരണം രാത്രി 10 മണിയോടെയാണ് അഞ്ജനയുടെ പാരൻസ് പ്രജ്വലിന്റെ വീട്ടിലെത്തിയത്. ആ യാത്രയിലുടനീളം അവരനുഭവിച്ച ടെൻഷൻ പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പ്രജ്വലിന്റെ വീടിന് മുന്നിലെത്തിയതോടെ അവരുടെ ഹൃദയമിടിപ്പ് ഒന്നുകൂടി വർദ്ധിച്ചു. കാരണം ആ വീടിന് മുന്നിൽ ധാരാളം ആളുകളും പോലീസ് വാഹനങ്ങളും നിറഞ്ഞിരിക്കുന്നു. വീടിന് മുന്നിൽ അവരുടെ മകൻ, അതായത് അഞ്ജനയുടെ സഹോദരൻ നിന്ന് കരയുകയാണ്. ഉടനടി കുറച്ച് പോലീസുകാർ അഞ്ജനയുടെ പിതാവിനെ മാത്രം ആ വീടിനകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി. അഞ്ജനയുടെ ബെഡ്റൂമിലെത്തിയതോടെ അദ്ദേഹം ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. അത്രയും ഭയാനകമായ കാഴ്ചകളായിരുന്നു ആ റൂമിനകം മുഴുവൻ. ഒരച്ഛനെ കൊണ്ട് ഒരിക്കലും താങ്ങാൻ കഴിയാത്തൊരു കാഴ്ച. ചോര തളം കെട്ടി നിൽക്കുന്ന ആ ബെഡ്റൂമിനകത്ത് അഞ്ജനയുടെ ശരീരം പല തുണ്ടുകളായി വിച്ഛേദിക്കപ്പെട്ട് പല സ്ഥലങ്ങളിലായി കിടക്കുന്നു. ഇടുപ്പിന് മുകളിലോട്ടുള്ള ഭാഗം കട്ടിലിലും ഇടുപ്പിന് താഴേക്കുള്ള ഭാഗം തറയിലും ഒരു കൈയും ഒരു കാലും മുറിയുടെ ഒരു കോർണറിലുമായി കിടക്കുന്നു. അതിദാരുണമായ കാഴ്ച. ആ കാഴ്ച കണ്ട് അഞ്ജനയുടെ അച്ഛൻ അലറി കരഞ്ഞുകൊണ്ട് ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയോടി. മറ്റുള്ള കുടുംബാംഗങ്ങളും അഞ്ജനയുടെ ഡെഡ് ബോഡി കണ്ടതോടെ കൂട്ടക്കരച്ചിലായി. കുറച്ചു സമയത്തിന് ശേഷം ഈ വീട്ടിലെ എല്ലാവരെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ഇവരാണ് എൻ്റെ മകളെ കൊലപ്പെടുത്തിയത് എന്നും പറഞ്ഞ് അഞ്ജനയുടെ അമ്മ പോലീസുകാരോട് കരഞ്ഞപേക്ഷിച്ചു. എന്നാൽ അതിനോടകം പോലീസ് യഥാർത്ഥ കൊലയാളിയെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞിരുന്നു. പ്രതി പോലീസുകാരോട് കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. ആ കൊലയാളി മറ്റാരുമായിരുന്നില്ല, അഞ്ജനയുടെ ബ്രദറിൻലോ, അതായത് പ്രജ്വലിന്റെ സഹോദരൻ ഉജ്ജ്വലായിരുന്നു. പ്രജ്വലിന്റെയും അഞ്ജനയുടെയും വിവാഹം നടത്താൻ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത അതേ വ്യക്തി. കൊലപാതകം നടത്തിയത് ഉജ്ജ്വലാണെങ്കിലും അവനെ അതിന് പ്രേരിപ്പിച്ചതിൽ ഉജ്ജ്വലിന്റെ ഭാര്യയ്ക്ക് പങ്കുണ്ട്. അതിനാൽ അവളെയും അറസ്റ്റ് ചെയ്യണമെന്ന് അഞ്ജനയുടെ കുടുംബം ആവശ്യപ്പെട്ടു. പക്ഷേ അതിനുള്ള തെളിവുകളൊന്നുമില്ലാത്തതിനാൽ ഉജ്ജ്വൽ മാത്രമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. തുടർന്ന് നടന്ന പോലീസ് ഇൻവെസ്റ്റിഗേഷനിലാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളെല്ലാം പുറത്തുവരുന്നത്.
അഞ്ജനയുടെയും പ്രജ്വലിന്റെയും വിവാഹം മുന്നിൽ നിന്ന് നടത്തിക്കൊടുക്കുന്ന സമയത്ത് ഉജ്വൽ നേപ്പാൾ സംഗീത മേഖലയിലെ അറിയപ്പെടുന്ന തിരക്കേറിയ ഒരു സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു. കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടായിരുന്ന വ്യക്തി. ഉജ്വലിന്റെ തീരുമാനങ്ങൾക്ക് എന്നും ആ വീട്ടിലൊരു വിലയുണ്ടായിരുന്നു. അഞ്ജനയും പ്രജ്വലും രജിസ്റ്റർ മാരേജ് ചെയ്തപ്പോൾ അതിന് ഉജ്വൽ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് ആ കുടുംബത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാവരും ആ തീരുമാനത്തെ അംഗീകരിച്ചത്. പക്ഷേ അടുത്ത 1-2 വർഷത്തിനുള്ളിൽ ഉജ്വലിന്റെ ജീവിതത്തിൽ തികച്ചും അപ്രതീക്ഷിതമായ പല സംഭവങ്ങളും ഉണ്ടായി. അയാളുടെ കേൾവി കുറയാൻ തുടങ്ങി. നിരവധി ഡോക്ടേഴ്സിനെ കാണിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഒരു സൗണ്ട് എഞ്ചിനീയറിനെ സംബന്ധിച്ച് കേൾവിക്കുള്ള പ്രാധാന്യം എത്രത്തോളമായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. പതിയെ ഉജ്വലിന് വർക്കുകൾ ലഭിക്കാതായി. വരുമാനം നിലച്ചു. ഒടുവിൽ താരതമ്യേന കുറഞ്ഞ വരുമാനമുള്ള ക്ലറിക്കൽ ജോലികൾക്ക് പോവാൻ അയാൾ നിർബന്ധിതനായി. ഒരു വശത്ത് ഉജ്വലും കുടുംബവും വരുമാനം കുറഞ്ഞ് ജീവിതത്തിൽ പരാജയപ്പെടുമ്പോൾ, മറുവശത്ത് അഞ്ജനയും പ്രജ്വലും ഉയർന്ന വരുമാനമുണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അസൂയയും പ്രതികാര മനോഭാവവും മുളപൊട്ടിയത് ഇവിടെ നിന്നുമായിരുന്നു. അതിന് തുടക്കം കുറിച്ചതാകട്ടെ ഉജ്വലിന്റെ ഭാര്യയും. കുടുംബത്തിൽ തന്റെ ഭർത്താവിന്റെ സ്വാധീനം കുറഞ്ഞു വരുന്നതും അഞ്ജന എല്ലാവരെക്കാളും കൂടുതൽ സമ്പാദിക്കുന്നതും അവരിൽ അസൂയ വളർത്തി. അഞ്ജനയെ വെറുക്കാൻ തുടങ്ങിയ ഉജ്വലിന്റെ ഭാര്യ അവളുടെ പ്രതിച്ഛായ നശിപ്പിക്കുന്നതിനായി കുടുംബത്തിനുള്ളിൽ പല നുണക്കഥകളും പ്രചരിപ്പിച്ചു. തുടർച്ചയായി അവളെക്കുറിച്ച് കുറ്റങ്ങൾ പറയാൻ തുടങ്ങി. ഈ പെരുമാറ്റം അഞ്ജനയെ വളരെയധികം അസ്വസ്ഥയാക്കി. അവൾ ഈ കാര്യങ്ങൾ തന്റെ പാരൻസുമായി ഷെയർ ചെയ്തു. പക്ഷേ നിസാര പരാതികൾ പറഞ്ഞ് കുടുംബാന്തരീക്ഷം നശിപ്പിക്കരുത് എന്നാണ് അഞ്ജനയുടെ പാരൻസ് അവളോട് ഉപദേശിച്ചത്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾ കാനഡയിലേക്ക് മാറും. പിന്നീട് ഒരിക്കലും ഉജ്വലിന്റെ ഭാര്യയുടെ പരാതികൾ നിങ്ങളെ ബാധിക്കില്ല. അതിനാൽ ഇപ്പോൾ പ്രതികരിച്ച് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കരുത് എന്നായിരുന്നു അവർ പറഞ്ഞത്. അങ്ങനെ പാരൻസിന്റെ ഉപദേശപ്രകാരം അഞ്ജന എല്ലാം സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഇതേ സമയം ഭാര്യയുടെ തുടർച്ചയായുള്ള പരാതികളും പരദൂഷണവും കാരണം ഉജ്വലിന്റെ മനസ്സിലും അഞ്ജനയോടുള്ള വെറുപ്പ് വളർന്നു. ജാതി ചിന്തകൾ അയാളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ തന്റെ കുടുംബത്തെ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തുകയാണെന്ന് അയാൾ ചിന്തിച്ചു. അതായത് അഞ്ജന നിലവിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മോഡലുമാണ്. അതിനാൽ അവളുടെ വസ്ത്രധാരണമെല്ലാം ആ രീതിയിലായിരുന്നു. സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് തന്നെ മോശം കമന്റുകളും സ്വാഭാവികമാണ്. ഇതെല്ലാം ഉജ്വൽ വലിയ പ്രശ്നമാക്കി. ഒടുവിൽ അവർ കാനഡയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുകൂടി അറിഞ്ഞതോടെ ഉജ്വലിന്റെ നിയന്ത്രണം നഷ്ടമായി. തന്റെ സഹോദരനെ തന്നിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്ന അഞ്ജനയെ കൊലപ്പെടുത്താൻ അയാൾ തീരുമാനിച്ചു. അതിനുവേണ്ടി ഉജ്വൽ തിരഞ്ഞെടുത്ത ദിവസമായിരുന്നു 2019 മെയ് 9. അന്ന് അഞ്ജനയും അമ്മയും മാത്രമേ വീട്ടിലുണ്ടാവുകയുള്ളൂ എന്നറിയാമായിരുന്ന ഉജ്വൽ അവധിയെടുത്ത് വീട്ടിൽ തന്നെ ഇരുന്നു. ഉച്ചയ്ക്ക് 1:30 വലിയൊരു കത്തിയുമായി ഉജ്വൽ അഞ്ജനയുടെ മുറിയിലേക്ക് കയറി ചെന്നു. ആ സമയം അഞ്ജന മൊബൈലിൽ വീഡിയോകൾ കണ്ടുകൊണ്ട് കിടക്കുകയാണ്. കത്തിയുമായി കയറി വന്ന ഉജ്വലിനെ കണ്ട അഞ്ജന കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റെങ്കിലും രക്ഷപ്പെടാനുള്ള സാവകാശമൊന്നും അവൾക്ക് ലഭിച്ചില്ല. അതിനോടകം ഉജ്വൽ അവളെ ക്രൂരമായി ആക്രമിക്കാൻ തുടങ്ങിയിരുന്നു. നിമിഷ നേരങ്ങൾക്കുള്ളിൽ അഞ്ജനയുടെ ശരീരഭാഗങ്ങൾ പല കഷ്ണങ്ങളായി മുറിച്ചു മാറ്റപ്പെട്ടു. അതിൽ നിന്നും തന്നെ അയാളുടെ മനസ്സിൽ ഇരയോട് എത്രത്തോളം വെറുപ്പും ദേഷ്യവും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ക്രൈം സീനിൽ നിന്നും പോലീസ് തെളിവുകളെല്ലാം കണ്ടെത്തുകയും പ്രതി കുറ്റസമ്മതം നടത്തുകയും ചെയ്തതോടെ കേസ് കോടതിയിലെത്തി. മകനെ കേസിൽ നിന്നും രക്ഷിച്ചെടുക്കുന്നതിനായി ഉജ്വലിന്റെ പാരൻസ് എല്ലാ ശ്രമങ്ങളും നടത്തി. നേപ്പാളിലെ ഒരു പ്രഗത്ഭനായ വക്കീലിനെ അവർ കേസേൽപ്പിച്ചു. ലക്ഷങ്ങൾ ചിലവാക്കി. ഉജ്വലിനെ ഒരു മാനസിക രോഗിയാക്കി ചിത്രീകരിച്ച് കേസിൽ നിന്നും രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നത്. ഇതോടെ 2 വർഷത്തോളമാണ് കേസ് കോടതിയിൽ നീണ്ടുപോയത്. പക്ഷേ ഉജ്വലിനെ രക്ഷിച്ചെടുക്കാൻ മാത്രം അവർക്ക് കഴിഞ്ഞില്ല. അഞ്ജനയുടെ ഭർത്താവായ പ്രജ്വൽ സഹോദരനെതിരെ മൊഴി നൽകി. ഉജ്വലിന് ഒരു മാനസിക രോഗവുമില്ല എന്നും സ്വബോധത്തോടെയാണ് അയാൾ തന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയത് എന്നും പ്രജ്വലിന്റെ മൊഴിയിൽ പറയുന്നു. പ്രതിക്ക് മാനസിക രോഗമുണ്ട് എന്ന് തെളിയിക്കുന്നതിൽ പ്രതിഭാഗം പരാജയപ്പെടുകയും ചെയ്തു. ഇതോടെ കേസിലെ വിചാരണ പൂർത്തിയാക്കിയ കോടതി ഉജ്വലിന് ജീവപര്യന്തം തടവാണ് ശിക്ഷയായി വിധിച്ചത്. ഈ കൊലപാതകത്തിൽ പങ്കുള്ളതായുള്ള തെളിവുകളൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ ഉജ്വലിന്റെ ഭാര്യയ്ക്കെതിരെ നിയമ നടപടികളൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.